ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ അടിപൊളി ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പാർ ചീരയും ചക്കക്കുരുവും കൂടി ചേർത്തിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ ഉണ്ടാക്കാം. ഇത് നമ്മുടെ സാമ്പാർ ചീരയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാമല്ലോ നിങ്ങൾക്ക്. നമ്മുടെ വൈറ്റമിൻ എയുടെ ഏറ്റവും മികച്ച സ്രോതസ്സുകളുടെ ഒന്നാണ് കേട്ടോ നമ്മുടെ സാമ്പാർ ചീര. അതിൻ്റെ തണ്ടും ഇലകളും എല്ലാം നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. അതുകൂടാതെ നമ്മുടെ ഫോസ്ഫറസ്, ഇരുമ്പ്, കാൽസ്യം ഇതെല്ലാം ഈ ഇലയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത്ര മാത്രമൊന്നുമല്ല, ഇതിലേറെ ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെറുതായിട്ട് ഈ ഇലയും തണ്ടും അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കുക. ഇല ഇച്ചിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ഇലകൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അരിയാൻ വേണ്ടിയിട്ട്. ഞാനത് പറയാൻ വിട്ടുപോയതാണേ. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വിളർച്ച, അസ്ഥിരോഗങ്ങൾ ഇതിനെല്ലാം ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഈ ഇല. ചിലരൊന്നും ഇത് കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാറില്ല, ഉപയോഗിക്കാറേ ഇല്ല. എന്തോ ഇപ്പോൾ മുറ്റത്തൊക്കെ നിന്ന് വളരുന്നതല്ലേ അതൊക്കെ പറഞ്ഞിട്ട് ആരും ചിലരൊന്നും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞു. ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ചക്കക്കുരു ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാൻ കുക്കർ അടച്ചിട്ടുണ്ട്. അവിടെ ചക്കക്കുരു ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടി വെച്ച് അതിലൊരു അല്പം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് നമ്മുടെ പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഇലയില്ലേ, നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇലയില്ലേ, അതതിൽ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിരുന്ന ചക്കക്കുരും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിന് ആവശ്യത്തിന് തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. തിരുമിയ തേങ്ങ ചേർക്കുന്നത് നമുക്ക് അരച്ചതച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. തിരുമി അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഇല നല്ല വഴുവഴുപ്പുള്ള പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഒരു വഴുവഴുപ്പ് ഇല്ലാണ്ടാക്കാം. അങ്ങനെ തേങ്ങ ചിരമി ഇട്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ സാമ്പാർ ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. എന്താ പറയുക, ചോറിൻ്റെ കൂടെയും നമുക്ക് ഏത് ഒരു ഫുഡിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.